നമ്മൾ പരാഗണം ചെയ്ത് പിടിച്ചിരിക്കുന്ന പൂക്കളാണ്, ബീൻസാണ്. അപ്പോൾ ഇത് പിടിച്ചില്ലെങ്കിൽ ഈ സാധനം, ഈ പൂ പൊഴിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ തണ്ടായിട്ട് നിൽക്കും. ഇത് പിന്നെ അങ്ങ് പൊഴിഞ്ഞു പോകും. നമ്മൾ പരാഗണം ചെയ്ത ബീൻസ് ഇത് പിടിച്ചെങ്കിൽ ഇതുപോലെ ഈ പൂ ആ തണ്ടേ തന്നെ കാണും. അങ്ങനെ തണ്ടേ തന്നെ കാണുമ്പോൾ ആ വാനില ബീൻസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മൾ ഈ പൂവ് ഈ വിരലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കുക. ഈ 3 പൂവ് ഈ ചൂണ്ടുവിരലിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ അങ്ങ് മടക്കി പിടിക്കുക. ഈ 2 ഇതള് ഇങ്ങനെ ഈ ചെറിയ വിരൽ അണിവിരലിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങോട്ട് മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ പൂവിനെ ഇങ്ങനെ ഒന്ന് കീറി വിടുക, കുളക്കുക. ഇങ്ങനെ കീറി ഇങ്ങോട്ടൊന്ന് മടക്കുക. അങ്ങനെ വരുമ്പോൾ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിനെ നമ്മൾ പയ്യെ തള്ളവിരലുകൊണ്ട് ഇങ്ങനെ മേലോട്ടൊന്ന് ഉയർത്തുക. അപ്പോൾ ഈ കാണുന്ന ഈ ഭാഗമില്ല, ഇതാണ് ഇതിൻ്റെ പൂമ്പൊടി എന്ന് പറയുന്നത്. ഈ പൂമ്പൊടി നമ്മൾ ഈ അടി കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ ഇങ്ങനെ മേലോട്ട് പയ്യെ അങ്ങോട്ട് ഉയർത്തി കൊടുക്കുക ഇങ്ങനെ. അപ്പോൾ അവിടെ ഒരു ഹോളുണ്ടല്ലോ, ആ ഹോളിലേക്ക് മുമ്പ് നമ്മൾ കണ്ട ഈ പൂമ്പൊടി ഈ സ്റ്റിക്ക് വെച്ച് അതിൻ്റെ അടിയിലോട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നു. രണ്ടാമത് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് മടക്കി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വാനിലയ്ക്ക് പരാഗണം ചെയ്യേണ്ടത്. ഇത് ഈ മരത്തെ കയറി കിടക്കുന്ന കാരണം നമ്മൾ ഏണി വെച്ച് വേണം ചെയ്യാൻ. നമ്മളിത് പരാഗണം അല്ല, വാനില എന്ന് പറഞ്ഞാൽ ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിലിട്ടിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചൊന്നുമില്ല എന്ന കാരണം ഇതിങ്ങനെ മരത്തിൻ്റെ മണ്ടയിലോട്ട് കയറിപ്പോയതാണ്. സാധാരണ നമ്മൾ വാനില കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പൊക്കത്തിൽ ചെയ്യാവുന്ന രീതിയിൽ വെച്ച് ഇട്ടിട്ട് അതൊന്ന് മടക്കി വേണം ഇടാം. അപ്പോൾ നമുക്ക് നിലത്ത് തന്നെ നിന്ന് പരാഗണം ചെയ്യാൻ പറ്റും. ഇത് ഈ മരത്തിൻ്റെ ചുവട്ടി വള്ളി വെച്ച കാരണം വള്ളി ഇങ്ങനെ മരത്തേക്കൂടെ കയറി പടർന്നത് കൊണ്ട് മേളിൽ നിന്ന് പടർന്നു വന്നതുകൊണ്ട് മേളിലെല്ലാം പൂവുണ്ട്. അപ്പോൾ നമുക്ക് ഏണി വെച്ച് വേണം ചെയ്യാൻ. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ നിലത്ത് തന്നെ നിന്ന് ചെയ്യാവുന്ന രീതിയിൽ അതിനെ പടർത്തി വിടാനുള്ള ക്രമീകരണമാണ് ചെയ്യേണ്ടത്. ഇത് താഴെ ഈ മരത്തെ കൂടെ കയറി അങ്ങ് മണ്ടേ വരെയാണിപ്പം ചെന്നിരിക്കുന്നത്. അപ്പം പേണിയൊക്കെ വെച്ചാണിത് പരാഗണം ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? പരാഗണം ചെയ്യുന്നത് കണ്ടുപിടിച്ചല്ലോ, മനസ്സിലാക്കിയല്ലോ, ഇങ്ങനെ ചെയ്യാൻ അറിയാമല്ലോ. ഇന്ന് പറഞ്ഞ പോലെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് ബീൻസ് ഉണ്ടാകത്തുള്ളൂ. അതല്ലെങ്കിൽ എല്ലാം പാഴായി പോകും. ആ ബീൻസ് കൊടുക്കുമ്പോഴാണ് ബീൻസ് ഇതിൻ്റെ വാനിലയുടെ എസൻസ് എടുക്കുന്ന അതിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ ചെയ്യേണ്ടത്. ഇതിന് സ്വയം ഇതിങ്ങനെ അകത്തോട്ട് മടങ്ങിയിരിക്കുന്നതുകൊണ്ട് മറ്റ് ഈച്ചകൾ മുഖാന്തരം പരാഗണം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ തുറന്ന് ചെയ്ത് കൊടുക്കേണ്ടത്. സാധാരണ തേനീച്ചയൊക്കെ വരുമ്പോൾ പരാഗണം ചെയ്യാൻ ഇത് മടങ്ങിയിരിക്കുന്നത് കൊണ്ട് പൂമ്പൊടി അതിനകത്തോട്ട് പ്രവേശിക്കുകയില്ല. കാരണം അത് അടഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ നമ്മളത് തുറന്ന് കൊടുത്തെങ്കിൽ മാത്രമേ ആകത്തുള്ളൂ. അതാണ് വാനിലയുടെ ഒരു പ്രത്യേകത.